നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. KGMOAയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരും ജീവനക്കാരും കരിദിനം ആചരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാനും നടപടി സ്വീകരിക്കാനും സർക്കാർ തലത്തിലുള്ള ശ്രമമില്ലാത്തതാണ് ആക്രമണങ്ങൾ കൊലപാതകത്തിലേക്ക് വഴിമാറാനിടയാക്കിയതെന്ന് KGMOA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ അജിത്. ഓഗസ്റ്റ് 17-ന് OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുമെന്ന് ഡോക്ടർമാർ. അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാകുന്നു. അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംരക്ഷണ വലയം തീർത്തു. സംരക്ഷണ വലയം തീർത്തത് സേവ് അനങ്ങൻമലയെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച്. വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി P. മമ്മിക്കുട്ടി MLAയും സംരക്ഷണ വലയത്തിന്റെ ഭാഗമായി. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പട്ടാമ്പി പരുതൂർ സ്വദേശിനി ബീന R. ചന്ദ്രന്. പുരസ്കാരം തടവ് എന്ന ചിത്രത്തിലെ അവിസ്മരണീയ പ്രകടനത്തിന്. ഒരുപാട് സന്തോഷമുണ്ടെന്ന് നടി ബീന ചന്ദ്രൻ. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. മികച്ച നടൻ പൃഥ്വിരാജ്. ദേശമംഗലം കൂട്ടുപാതയിൽ CITU ചുമട്ടുതൊഴിലാളിക്ക് വെട്ടേറ്റു. തലയ്ക്കും കൈക്കും വെട്ടേറ്റ ദേശമംഗലം സ്വദേശി ശ്രീകുമാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് കാരണം പ്രദേശത്ത് മതിൽ കെട്ടാനുള്ള സാധനങ്ങൾ ഇറക്കുന്നതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിൽ. പ്രതിയെ പിടികൂടാനുള്ള ശ്രമം ചെറുതുരുത്തി പോലീസ് ആരംഭിച്ചു. പട്ടാമ്പി പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കൽ നടപടി വൈകുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് നേതാക്കളുടെ മുന്നറിയിപ്പ്. ഉടൻ പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യം. പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് പിഴ ഈടാക്കുന്ന നടപടി പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുവരെ നിർത്തിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. തൃശൂർ കുറാഞ്ചേരി ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്നേക്ക് 6 വർഷം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹ വെളിച്ചം പകർന്ന് ബന്ധുക്കളും ജനപ്രതിനിധികളും. നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് 2018 ആഗസ്റ്റ് 16-ന്. സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക, അനധികൃത കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. സംഘടനയുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി നേതാക്കൾ. വാർത്തകൾ വിശദമായി. ആരോഗ്യ പ്രവർത്തകർക്കു നേരെയുള്ള ആക്രമണങ്ങൾ മൃഗീയമായ കൊലപാതകത്തിൽ കലാശിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് KGMOA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ C. അജിത്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരും ജീവനക്കാരും നടത്തിയ കരിദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാനും നടപടി സ്വീകരിക്കാനും സർക്കാരുകൾ ശ്രമിക്കാത്തതാണ് ആക്രമണങ്ങൾ കൊലപാതകത്തിലേക്ക് വഴിമാറാനിടയാക്കിയത്. ആരോഗ്യ പ്രവർത്തകർക്ക് ഭയരഹിതരായി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാവണം. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതികളെ കഠിന ശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നും നീതി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് 17-ന് OP ബഹിഷ്കരിച്ചും നേരത്തെ തീരുമാനിച്ച ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചും പ്രതിഷേധിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ അജിത് പറഞ്ഞു. 90% വരുന്ന രോഗികളും ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ സംവിധാനവും നിർത്തിവെച്ച് പോകാൻ നമുക്ക് അറിയാഞ്ഞിട്ടല്ല. അതൊരു ബലഹീനതയായി ആരും കണക്കാക്കണ്ട. അത് നമുക്ക് നമ്മുടെ രോഗികളോടും നമ്മുടെ സമൂഹത്തിനോടുമുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. അതുകൊണ്ടാണ് ഇന്ന് OP നിർത്താതെ ഇന്നും ഈ OPക്കിടയിൽ നമ്മുടെ ഡോക്ടർമാർ അത്യാഹിത സംവിധാനങ്ങൾ നിർത്താതെ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത്. നട്ടെല്ല് ഊരി വെച്ചിട്ട് സ്റ്റെതസ്കോപ്പാക്കിയിട്ടൊന്നുമല്ല നമ്മൾ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാനും അറിയുന്ന ഡോക്ടർമാർ തന്നെയാണ്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ, പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ B. ശ്രീറാം, KGNA സംസ്ഥാന കമ്മിറ്റി അംഗം S. സുരേഷ്, ഡോക്ടർ P. മനോജ്, ഡോക്ടർ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലിടത്തിലെ തർക്കത്തെ തുടർന്ന് ദേശമംഗലം കൂട്ടുപാതയിൽ CITU പ്രവർത്തകനായ ചുമട്ടുതൊഴിലാളിക്ക് വെട്ടേറ്റു. ദേശമംഗലം സ്വദേശിയായ 55 വയസ്സുള്ള ശ്രീകുമാർ എന്ന ഉണ്ണിക്കാണ് വെട്ടേറ്റത്. സാരമായി പരിക്കേറ്റ ശ്രീകുമാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീകുമാറിനെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ചെറുതുരുത്തി പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ കൂട്ടുപാതയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മതിൽ പണിയുന്നതിനായി തലശ്ശേരിയിൽ നിന്നുമെത്തിയ പണിക്കാർ ലോറിയിൽ നിന്ന് നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ ഇറക്കുന്നതിനിടെ CITU യൂണിയൻ തൊഴിലാളികൾ നിർമ്മാണ സ്ഥലത്തെത്തുകയും ലോറിയിൽ നിന്ന് നിർമ്മാണ സാധനങ്ങൾ ഇറക്കി വെക്കാൻ തയ്യാറായെങ്കിലും കരാറുകാരൻ വിസമ്മതിക്കുകയായിരുന്നു.
ജോലി ചെയ്തില്ലെങ്കിലും പ്രവൃത്തിക്കാവശ്യമായ തുക നൽകാമെന്ന് യൂണിയൻകാരോട് കരാറുകാരൻ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം സംഭവസ്ഥലത്തുണ്ടായ നാട്ടുകാരനായ വിബീഷ് എന്ന യുവാവ് നോക്കുകൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ കളിയാക്കിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് ശ്രീകുമാറിനെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ചത്. തലയ്ക്കും കൈകൾക്കും സാരമായി പരിക്കേറ്റ ശ്രീകുമാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിലാളിയായ ഞങ്ങൾ ഈ ദേശമല യൂണിറ്റിലെ സെൻട്രൽ യൂണിറ്റിലെ തൊഴിലാളി 9 യൂണിയൻകാരുണ്ട്. ഇന്നത്തെ 6 യൂണിയൻകാരിന്ന് തൊഴിലിനുണ്ടായിരുന്നു. കാലത്ത് 8:40 വന്ന ലേമതിലിൻ്റെ ലോഡാണിത്. ആ സമയത്താണ് ഇവിടെ പണിക്ക് 10-20 മീറ്റർ ദൂരെയാണ് വണ്ടി നിൽക്കുന്നത്. 15 മീറ്റർ കഷ്ടി ഉണ്ടാവും. അവിടുന്ന് അപ്പുറത്താണ് തൊഴിൽ നടക്കുന്നത്, ഇവരെ പണി. ആ സമയത്താണ് ഞങ്ങൾ ഇവരോട് വന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പുറമെന്ന് മറ്റേ കഞ്ചാവും മദ്യപാനം കൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ നേരെ തട്ടിക്കയറി, യൂണിയൻകാരുടെ നേരെ തട്ടിക്കയറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉടമസ്ഥരായ അവരോട് വിവരം ചോദിച്ചപ്പോൾ അവർ ഇതിനൊന്നും പ്രതികരിക്കാതെ അവർ മുണ്ടാതെ നിന്നിട്ടാണ് ഈ സംഭവം ഇങ്ങനെ വഷളാവാനുള്ള കാരണം. അങ്ങനെ ഇവരോട് പുറത്തുനിന്നുള്ള വന്നിട്ട് ലോഡ് ഇറക്കുന്ന സമയത്ത് ഞങ്ങൾ തടുത്തുനിന്ന് ആ സമയത്താണ് ബാക്കിൽ നിന്ന് അവൻ വടിവാളെടുത്തിട്ട് വീശിയിട്ട് വെട്ടിയത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തൊഴിലാളിനെ. ശ്രീകുമാറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയ വിഭീഷനായി അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അനങ്ങന്മലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംരക്ഷണ വലയം തീർത്തു. പി മമ്മിക്കുട്ടി MLAയും സംരക്ഷണ വലയത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സേവ് അനങ്ങന്മല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ സംരക്ഷണ വലയം തീർത്തത്. സ്കൂളിലെ 2000-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂൾ മൈതാനിയിൽ വൃത്താകൃതിയിലാണ് സംരക്ഷണ വലയം തീർത്തത്. അനങ്ങന്മലയെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയും ചൊല്ലി. പി മമ്മിക്കുട്ടി MLA അടക്കമുള്ളവർ വലയത്തിന്റെ ഭാഗമായി. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യ വലയം വിദ്യാർത്ഥികളും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും കൂടിയ ഒരു മനുഷ്യ വലയം തീർക്കും. അതിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനങ്ങന്മലയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നുള്ളത്. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CP ശശി, പ്രധാനാധ്യാപിക KT ജയശ്രീ, TP രാമകൃഷ്ണൻ, T ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വൈകുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. ഉടൻ പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് പിഴ ഈടാക്കുന്ന നടപടി പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുവരെ നിർത്തിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാലത്തിലെ കൈവരികൾ തകർന്നുപോയിട്ടും ഇതുവരെ അധികൃതർക്ക് അവ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാലത്തിൽ നിന്ന് ഒരു അപകടം ഉണ്ടായാൽ മാത്രമേ അധികൃതർ ഉണരുകയുള്ളൂ എന്ന മട്ടിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ടാർ വീപ്പുകളും കയറും കൊണ്ടും കെട്ടിയ താൽക്കാലിക കൈവരികൾ ശാശ്വതമല്ല. ജനങ്ങളുടെ ജീവനാണ് പ്രധാനം. മാത്രമല്ല പരിഹാരമാണ് ജനങ്ങൾക്ക് പ്രധാനമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കൈവരികൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വൈകുകയാണെങ്കിൽ അവ സ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകുമെന്നും ഇതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും സഹകരണം ആവശ്യമാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നുള്ള രീതിയിലേക്ക് ഉപരോധം ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ ആ ടാർവീപ്പുകളൊക്കെ എടുത്ത് പുഴയിലേക്ക് തള്ളിയിടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലാണെങ്കിലൊക്കെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പട്ടാമ്പിയിൽ അത് സാധിക്കാത്തതല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഈ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതൊരു പരിഹാരമാകില്ല. ഇവിടെ പരിഹാരമാണ് ജനങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ആ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികൃതർ അതിന് ഞങ്ങളെ അനുവദിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. എല്ലാ വിഭാഗം ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് പട്ടാമ്പിയിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നം. പോലീസിന്റെ നടപടി വളരെ ഖേദകരമാണ്. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പിഴ ചുമത്തുന്ന പോലീസ് നടപടി പാർക്കിംഗ് സ്ഥലങ്ങളിലെ ബോർഡുകൾ സ്ഥാപിക്കുന്നവരെ നിർത്തിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സൈൻ ബോർഡുകൾ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ആ സൈൻ ബോർഡുകൾ ഇതുവരെ സ്ഥാപിക്കാത്തത് മൂലം ഇപ്പോൾ പോലീസ് നടന്ന്
ഫോട്ടോ എടുത്ത് ഫൈനിട്ട് കേസെടുത്ത് ആളുകളെ കൊണ്ട് പണം അടപ്പിക്കുന്ന ഇതെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിന് ഇപ്പോൾ സാമ്പത്തികമായി സർക്കാർ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. സർക്കാരിൻ്റെ അടുത്ത് യാതൊരു തരത്തിലുള്ള ഫണ്ടും ഇല്ലാതിരിക്കുമ്പോൾ ഇതൊരു പട്ടാമ്പിയിൽ ഒറ്റപ്പെട്ട സംഭവമായി തോന്നുന്നില്ല. എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഓണമൊക്കെ വരുമ്പോഴേക്കും കുറച്ച് പണം ഉണ്ടാക്കി അത് ആ പണം ഉപയോഗിച്ച് ഏതെങ്കിലുമൊക്കെ ഒന്ന് തൽക്കാലം കണ്ണിൽ പൊടി ഇടുക എന്നുള്ള സ്ഥിരം നയവുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം നഗരസഭ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴും സൈൻ ബോർഡുകൾ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സൈൻ ബോർഡുകൾ വരുന്നത് വരെ ഈ പോലീസിന്റെ ഈ കേസെടുക്കൽ എന്നുള്ളത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. പാതയിൽ ഒരു ജീവൻ പൊലിയേണ്ടി വന്നു കുഴികൾ അടയ്ക്കാൻ. ഇനിയും കുഴികൾ അടയ്ക്കാനുണ്ടെന്നും അധികൃതർ തയ്യാറാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിൽ ഒരു പുതിയ പാലം എന്ന് വരുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് മുൻപാകെ MLA പറയാൻ തയ്യാറാകണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജയശങ്കർ കൊട്ടാരത്തിൽ, ഷാഫി കാരക്കാട്, മുഹമ്മദ് ഹനീഫ, TP റഷീദ്, MC മൊഹസിൻ, ഷാഫി മരുദൂർ, TP ഷഹീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തൃശൂർ കുറാഞ്ചേരി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇന്നേക്ക് 6 വർഷം. ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകളുമായി ബന്ധുക്കളും ജനപ്രതിനിധികളും വീണ്ടും ദുരന്തഭൂമിയിൽ ഒത്തുകൂടി. 2018 ആഗസ്റ്റ് 16-നാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. ഉരുൾപൊട്ടി മണ്ണിനടിയിൽപ്പെട്ട് 19 പേരാണ് മരിച്ചത്. 6 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം അതിരാവിലെയാണ് 19 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായത്. ഒട്ടനവധി വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായി. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ദിവസങ്ങളോളം പരിശ്രമിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഓർമ്മ പുതുക്കാനായി ഇക്കുറിയും കുറാഞ്ചേരിയിലെ ദുരന്തഭൂമിയിൽ ഒത്തുകൂടി. മരിച്ചവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. വടക്കഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച അനുശോചന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അനുസ്മരണ പ്രഭാഷണവും AC മൊയ്തീൻ MLA മുഖ്യപ്രഭാഷണവും നടത്തി. 9 പേരുടെ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളും ബന്ധുക്കളും നമ്മളെക്കാൾ എത്രയോ തീവ്രമായ പ്രയാസമാണ് അനുഭവിച്ചത് എന്ന് നമുക്കറിയാം. 18-ന് ശേഷം അതിനു മുമ്പും ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രദേശത്ത് ആദ്യത്തേതായിരുന്നു കുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടൽ. ഇത് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് അതിതീവ്ര മഴ പെയ്യുമ്പോൾ, നല്ല മഴ പെയ്യുമ്പോൾ നല്ലോണം ചെരിഞ്ഞ പ്രദേശത്ത് മണ്ണിടിച്ചിലിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുക. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ അനൂപ് കിഷോർ, കൗൺസിലർ K അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ തുടങ്ങിയവർ ദീപം തെളിയിച്ചു. മരണപ്പെട്ടവരുടെ ഉറ്റവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും മറ്റു ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ തൃശൂർ. കുളപ്പുള്ളിയിൽ മൊബൈൽ സ്ഥാപനത്തിൽ തീപിടുത്തം. മൊബൈൽ സിറ്റി എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കുളപ്പുള്ളി ടൗണിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സിറ്റി എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. പരിസരത്തെ ഓട്ടോ തൊഴിലാളികൾ കടയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തീപിടുത്തമുണ്ടായ വിവരം അറിയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായി പറയുന്നു. സർവീസിന് വച്ചിരുന്ന ഫോണുകൾ, മൊബൈൽ കവറുകൾ, സ്ഥാപനത്തിൻ്റെ സീലിംഗ് എന്നിവ കത്തിനശിച്ചു. പുതിയ ഫോണുകൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവവിവരം അറിഞ്ഞ് KVS കുളപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ, മൊബൈൽ റീറ്റെയിൽ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി അനൂപ് എന്നിവർ സ്ഥാപനം സന്ദർശിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി പട്ടാമ്പി പരുതൂർ സ്വദേശിനി ബീന R ചന്ദ്രൻ. പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മലയാളത്തിന്റെ അംഗീകാരത്തിന് നന്ദി പറയുന്നുവെന്നും ബീന R ചന്ദ്രൻ STVയോട് പറഞ്ഞു. ആഗ്രഹങ്ങളെ താൻ അടിച്ചമർത്തി, ഒടുവിലത് സാഫല്യമായി. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബീന R ചന്ദ്രന്റെ വാക്കുകളാണിത്. ഒരുപാട് പേർ പ്രതീക്ഷകൾ തന്നിരുന്നു. ഇപ്പോൾ പറയാൻ വാക്കുകളില്ല. അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മലയാളത്തിന്റെ അംഗീകാരത്തിന് നന്ദി പറയുന്നുവെന്നും ബീന R ചന്ദ്രൻ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷ
പ്രതീക്ഷിച്ചില്ല. കാരണം ഉർവശി, പാർവതി അവരൊക്കെ തമ്മിലാണ് ഗംഭീര മത്സരം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. IFFK സിനിമ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അഭിനയത്തിനെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ വലിയ അവാർഡ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാലും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഹിക്കുമല്ലോ. അപ്പോൾ തന്നെ ഞാനിങ്ങനെ വേണ്ട, അതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മനസ്സിലെ ആ ആഗ്രഹത്തിനെ ഞാൻ അടിച്ചമർത്തായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ അടുത്ത് വന്നപ്പോൾ, അവാർഡ് പ്രഖ്യാപനം അടുത്ത് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ. എന്നാൽ എനിക്ക് സന്തോഷിക്കാൻ പേടിയാവും ചെയ്തിട്ടുണ്ടായിരുന്നു. അവാർഡുകൾ ലഭിക്കുമെന്ന കാര്യം തങ്ങൾ മുൻപേ പറയുമായിരുന്നുവെന്ന് ബീന ടീച്ചറുടെ സഹപ്രവർത്തകരും പറയുന്നു. എല്ലാ കുട്ടികളും എല്ലാ രീതിയിലും നാടകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ ടീച്ചറാണ്. അപ്പോൾ ഞാൻ വർഷങ്ങൾ മുന്നേ പറയാറുണ്ട്, ഒരു ദിവസം മുന്നേ ജനം അറിയും. അത് ഈ ദിവസമാണ്. അത് ഞങ്ങൾക്ക് എത്രയാ സന്തോഷം പറഞ്ഞില്ല അറിയില്ല. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചതിൽ ഇത്തവണ 2 പേർക്കാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. ഊർവശിക്കൊപ്പമാണ് ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പങ്കിട്ടത്. പഴുതൂർ സ്വദേശിനിയായ ബീന ആർ ചന്ദ്രൻ പഴയങ്ങാടി CEUP സ്കൂളിലെ അധ്യാപിക കൂടിയാണ്. പട്ടാമ്പി കൊടലൂർ സ്വദേശിയായ ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ബീന ആർ ചന്ദ്രനെ തേടി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം എത്തിയത്. അവാർഡ് തേടിയെത്തിയതിലുള്ള സന്തോഷത്തിലാണ് നാടും കുടുംബവും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. നിരവധി ഗാനങ്ങൾക്ക് താൻ സംഗീതം ഒരുക്കിയിട്ടുണ്ടെങ്കിലും മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചത് അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും വിദ്യാധരൻ മാസ്റ്റർ തൃശ്ശൂരിൽ പറഞ്ഞു. എന്താ നിമിഷത്തുള്ള സന്തോഷം, അംഗീകാരം ഒരു പാട്ടുകാരെന്നുള്ള എനിക്ക് കിട്ടി. ഇപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്തു കേട്ടു, ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തായാലും സന്തോഷമേ ഉള്ളൂ. പാട്ട് സംഗീതം ചെയ്ത് ഒരുപാട് കാലമായിട്ട് പാട്ടുണ്ടാക്കണതാ. അതിനല്ല, പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം സഹിക്കാൻ വയ്യ. ചെറുവരമ്പത്ത് ചിരുദേവിക്കാവ് തിരുനടത്താക്കോല് തിരുടരെടുത്തിട്ടു, കരുമാടി പിള്ളേര് ചിറയിലെടുത്തിട്ടു, തിരുകിയാർ അരയുടെ വികൃതി മടുത്തിട്ടോ, അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയോ പോയേ പോ. വഴിയോര കച്ചവട തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അനധികൃത കച്ചവടം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ VKTU ജില്ലാ പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അനധികൃത കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. നിരന്തരമായി പ്രശ്നങ്ങൾ ഇന്ന് ഈ ഒറ്റപ്പാലം ടൗണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മറവിൽ വഴിയോര കച്ചവടക്കാരെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് എക്കാലത്തും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വഴിയോര കച്ചവടക്കാരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന കച്ചവട സംഘത്തിൻ്റെ പ്രധാനികളെന്ന് പറയുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കാർ ഇതിൻ്റെ മറവിൽ പോലീസിനെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെൻഡിങ് കാർഡ് കിട്ടിയിട്ടുള്ള തൊഴിലാളികൾക്കുൾപ്പെടെ കച്ചവടം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം നിഷേധിക്കുന്ന സമീപനം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. പ്രതിഷേധ ധർണയിൽ MIA റസാഖ് അധ്യക്ഷനായി. CITU ഡിവിഷൻ സെക്രട്ടറി K ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം KR വിജയൻ, VKTU സംസ്ഥാന കമ്മിറ്റി അംഗം KV സന്തോഷ്, K അബൂട്ടി, ഷൗക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ ഗവൺമെന്റ് GLP സ്കൂളിൽ എയറോബിക് കമ്പോസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങി. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് 3.5 ലക്ഷം രൂപ ചിലവിലാണ് എയറോബിക് കമ്പോസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തിൽ 3.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കള്ളാടിപ്പറ്റ ഗവൺമെന്റ് LP സ്കൂളിൽ എയറോബിക് കമ്പോസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. തുമ്പൂർ വഴി മോഡലിലാണ് ഇതിന്റെ പ്രവർത്തനം. വെള്ളിയാഴ്ച രാവിലെ മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പലതും റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റും. എന്നാൽ ജൈവ മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങളെ വളരെ കൃത്യമായി സംസ്കരിച്ചിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളടക്കം പകർച്ചവ്യാധികളടക്കം നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ വിദ്യാലയങ്ങളിലും നമ്മൾ വളർന്നു വരുന്ന തലമുറക്ക് ഇത് അറിയാനും പഠിക്കാനും വളരെ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത് മാറ്റിയെടുക്കാനും കഴിയുന്ന രീതിയിൽ അവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ കൂടിയാണ് ഈ എയറോബിക് കമ്പോസ്റ്റ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്കൂൾ PTA പ്രസിഡന്റ് K അനൂപ്, ഹെഡ്മാസ്റ്റർ പ്രസാദ്, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വയനാട് ദുരന്തഭൂമിയിലകപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ KSSPA രംഗത്തുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി C ബാലൻ. പാലക്കാട് KSSPA ജില്ലാ പ്രവർത്തക സമിതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരെയും പെൻഷൻകാരെയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റേത്. എന്നാൽ സാമൂഹിക ദുരന്തമുണ്ടാകുന്ന വേളകളിൽ KSSPA സഹായഹസ്തവുമായി മുന്നോട്ട് വരാറുണ്ട്. കോവിഡ് കാലത്തും പ്രളയകാലത്തും KSSPA മുന്നണി പോരാളികളായിരുന്നു. വയനാട് ദുരന്തത്തിന് സാന്ത്വനമേകാനും KSSPA രംഗത്തുണ്ടാവുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. KSSPA നൽകുന്ന ആശ്വാസ തുകയുടെ ആദ്യ ഗഡുവായ 2 ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടറി C ബാലന് ജില്ലാ കമ്മിറ്റി കൈമാറി. പ്രവർത്തക സമിതി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KM റഷീദ്, VP രാധാകൃഷ്ണൻ, PD സുവർണൻ, CT രമണി, M ഉണ്ണികൃഷ്ണൻ, K രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണവും സമ്മേളനവും ഓഗസ്റ്റ് 18-ന് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നടക്കും. ഇതോടനുബന്ധിച്ച് ID കാർഡ് വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ പെയിന്റിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സംഘടനയായ ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണവും സമ്മേളനവും ഓഗസ്റ്റ് 18-ന് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വെച്ച് സംഘടിപ്പിക്കും. സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും INTUC-യുടെയും കോൺഗ്രസിൻ്റെയും ജില്ലാ ബ്ലോക്ക് നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് മെമ്പർഷിപ്പ് ക്യാമ്പയിനും തൊഴിലാളികൾക്കുള്ള ID കാർഡ് വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നടത്തുവാൻ കഴിഞ്ഞ 23/7/24 ഒരു സാധാരണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിശ്ചയിക്കുകയും അതനുസരിച്ച് സാധാരണ സംഘം നിശ്ചയിച്ച് KPCC മെമ്പർ റിയാസ് മുക്കോളിയെ അധ്യക്ഷനായി നിയോഗിച്ചുകൊണ്ട് 18-ാം തീയതി ഒരു നല്ലൊരു രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുവാൻ തീരുമാനിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ വിൻസെന്റ് ഷൊർണൂർ, സക്കറിയ വല്ലപ്പുഴ, റസാഖ് കൊടലൂർ, മോഹനൻ പട്ടാമ്പി, ഷെബീർ കൊടലൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഇന്ന് സാന്ത്വന പ്രവർത്തനം പുതിയ സംസ്കാരമായി കേരളത്തിൽ ഉടലെടുത്തിരിക്കുകയാണെന്നും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിൽ മലയാളികൾ എന്നും മുൻനിരയിലാണെന്നും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA. മണ്ണൂർ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിക്കായി വാങ്ങിയ പുതിയ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഇന്ന് ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ദൈനംദിന രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗമായി മാറിയിട്ടുള്ള സാന്ത്വന പരിചരണം എന്ന് പറയുന്നത് ഒരു പുതിയ സംസ്കാരമായി നമ്മുടെ കേരളത്തിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ണീരൊപ്പാൻ ഇന്ന് മലയാളികൾ അക്കാര്യത്തിൽ മിടുക്കരാണ്. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷനായി. സെക്രട്ടറി VK മുരളി, ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ്, TR ശശി, പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി, P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് വൻ ജനാവലിയും എത്തിയിരുന്നു. സമ്മാന കൂപ്പണിലൂടെ സ്വരൂപിച്ച 6.30 ലക്ഷം രൂപ കൊണ്ടാണ് പുതിയ വാഹനം വാങ്ങിയത്. നിലവിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ ചെന്നുള്ള പരിചരണമാണ് നടക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസമാണ് കിടപ്പ് രോഗികൾക്ക് പരിചരണം ലഭിക്കുക. പരിചരണത്തിനായി ഒരു നഴ്സിനെയും നിയോഗിച്ചിട്ടുണ്ട്. 1 വർഷം മുൻപാണ് സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത്. നാളിതുവരെ വാടക വാഹനത്തിലായിരുന്നു പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. VK ശ്രീകണ്ഠൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഷൊർണൂർ ടൗൺ ടാക്സി സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പുത്തൻ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ മാത്രമല്ല, നമ്മളെല്ലാവരുടെയും ഒരു കേന്ദ്രമാണ് ടൗണിലെ ടാക്സി. അപ്പോൾ
ഇത് പണിയെടുപ്പിക്കാൻ MP ഫണ്ട് കൊണ്ട് കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുക. വരുമ്പോൾ അവിടെ ഇരിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടോ എന്ന് ഞാൻ എമ്മിനോട് ചോദിച്ചു. അല്ലേ, ഫോണിൽ വിളിച്ചപ്പോൾ ടാക്സി ഡ്രൈവർമാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ടാക്സി ഡ്രൈവർമാർക്ക് ഇരിക്കാൻ ഫാമിലിമാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചോദിച്ചത്. ഇത് ചെറിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. വൈസ് ചെയർമാൻ P സിന്ധു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, നഗരസഭാ അംഗങ്ങളായ ശ്രീകലാരാജൻ, PR പ്രവീൺ, നഗരസഭാ സെക്രട്ടറി രാജേഷ്, നഗരസഭാ എഞ്ചിനീയർ പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അതിൽ മുഴുവൻ ജനപ്രതിനിധികളും മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ശില്പശാലയുണ്ട് എങ്ങനെ വേണം നമ്മൾ ഇനിയും മുന്നോട്ട് പോകാൻ, ഏതെല്ലാം ഭാഗത്ത് പോരായ്മകളുണ്ട് എന്ന് പരിശോധിക്കണം എന്നൊരു കാഴ്ചപ്പാടിലാണ് ഇത്തരം ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ ജൂനിയർ സൂപ്രണ്ട് ബിന്ദു സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു അധ്യക്ഷയായി. നവകേരളം കർമ്മപദ്ധതി ജില്ലാതല സെക്രട്ടേറിയറ്റ് അംഗവും കില റിസോഴ്സ് പേഴ്സണുമായ മണികണ്ഠൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രവീൺ, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ റോഷൻ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം, ആസൂത്രണ സമിതി അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, സാക്ഷരതാ പ്രമോട്ടർ, SC പ്രമോട്ടർ, ഹരിതകർമ്മസേന കൺസോഷ്യം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശില്പശാലയിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പഞ്ചായത്ത് തല ആക്ഷൻ പ്ലാൻ അംഗീകരിക്കുകയും വിവിധ മേഖലകളിലെ വിടവുകൾ കണ്ടെത്തി പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകി വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക്. കൂടാതെ ഭരണസമിതി അംഗങ്ങളുടെ ഒരു മാസത്തെ സിറ്റിംഗ് ഫീസും പ്രസിഡന്റിന്റെ ഓണറേറിയവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. 10 ലക്ഷം രൂപയുടെ ചെക്ക് P മമ്മിക്കുട്ടി MLA ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരനിൽ നിന്ന് ഏറ്റുവാങ്ങി. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, ബാങ്ക് സെക്രട്ടറി B സുധ, ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പത്രിപ്പാല അതിർക്കാട് മലമ്പുഴ പ്രധാന കനാൽ റോഡിന് ഇരുവശവുമുള്ള കൂറ്റൻ മരങ്ങൾ പരിസരവാസികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. കനാലിന്റെ ഇരുവശങ്ങളിലും കാട് പിടിച്ച് കിടക്കുന്നതിനാൽ കനാലുകൾ മാലിന്യ കേന്ദ്രമായി മാറിയതായും വീട്ടമ്മമാർ പരാതിപ്പെടുന്നു. പത്തിരിപ്പാല കരുവത്തൊടിയിൽ നിന്നും അതിർക്കാട് റോഡിലെത്തുന്ന പ്രധാന കനാലിന്റെ ഇരുഭാഗത്തുമുള്ള കൂറ്റൻ പാഴ്മരങ്ങളാണ് യാത്രക്കാർക്കും പരിസരവാസികൾക്കും വലിയ ഭീഷണി ഉയർത്തുന്നത്. ഈ മരങ്ങൾക്കിടയിലൂടെയാണ് വൈദ്യുതി ലൈനും കടന്നുപോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, പ്രദേശവാസികൾ തുടങ്ങിയ നിരവധി പേർ യാത്ര ചെയ്യുന്ന കനാൽ റോഡിനരികിലാണ് കൂറ്റൻ പാഴ്മരങ്ങൾ വീഴാറായി നിൽക്കുന്നത്. കനാലിന് സമീപം കാട് മൂടിയതോടെ ഇഴജന്തുക്കളുടെ ശല്യവും വ്യാപകമാണ്. വ്യാപകമായി കനാലിൽ മാലിന്യം തള്ളുന്നത് മൂലം ദുർഗന്ധവും സഹിച്ചു വേണം ഇതിലൂടെ കടന്നുപോകാൻ. ശക്തമായ കാറ്റടിച്ചാൽ വൈദ്യുതി ലൈനിലേക്കും വീടുകൾക്ക് മുകളിലേക്കും മരം പൊട്ടിവീഴാനുള്ള സാധ്യതയും ഏറെയാണ്. എത്രയും വേഗം അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ മരങ്ങൾ മുറിച്ചുമാറ്റി കനാലിന് സമീപം ശുചീകരിക്കണമെന്നാണ് വീട്ടമ്മമാരുടെ ആവശ്യം. വീഴാനുള്ള എല്ലാ വക സാധ്യതകളും ഉണ്ട്. അതൊന്ന് പൊതുമരാമത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ആ വഴിയൊന്ന് ക്ലിയർ ആക്കി തന്ന സൗകര്യമായിരുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വഴിയാണ്. പത്തിരിപ്പാലയിൽ നിന്ന് കരുവാടത്തൊടിയിലേക്ക് പോകുന്ന ആ റോഡിൽ നല്ല മരങ്ങളുണ്ട്, വലിയ വലിയ മരങ്ങളാണ്. അപ്പം അതിലോട് ചെറിയ പിഞ്ചു മക്കൾ സ്കൂൾ പോകുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങൾ എപ്പോഴും വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് ലൈൻ അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ കറണ്ട് ലൈൻ തട്ടി അതിനേക്കാട്ടും അപകടം സംഭവിക്കും. അതുപോലെ തന്നെ അതിൽ കച്ചറ കൊടുന്നിട്ടുണ്ട്, ഇഴജന്തുക്കളുടെ ശല്യം വേറെ ഉണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണാഘോഷങ്ങൾക്കായി നീക്കിവെച്ച തുക വയനാട് ദുരിതബാധിതർക്കായി നൽകി കരുവാത്തൊടി റെസിഡൻസ് അസോസിയേഷൻ. പത്തിരിപ്പാല കരുവാത്തൊടി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി പീപ്പിൾ ഫൗണ്ടേഷൻ പ്രതിനിധി ഷിഹാബിന് അസോസിയേഷൻ ഭാരവാഹികൾ കൈമാറി. ഭാരവാഹികളായ MK ശിവദാസൻ, KA ഷുക്കൂർ, M മമ്മു, സൈദലവി, ഷഹല, ഫൗസിയ എന്നിവർ സംബന്ധിച്ചു. കരുവടത്തൊടി റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 7 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ഓണം, പെരുന്നാൾ രണ്ടാണ് വലിയ ആഘോഷമായിട്ട് കൊണ്ടാടല്. പെരുന്നാൾ പ്രാവശ്യം കൊണ്ടാടി. ഓണം ഈ വയനാട് ദുരിതത്തോട് അനുബന്ധിച്ചത് ഇപ്രാവശ്യം ആഘോഷം വേണ്ടാന്ന് വെച്ചു.
അത് മാറ്റിവെച്ച് ആ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് പീപ്പിൾ ഫൗണ്ടേഷൻ നൽകാൻ ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ വിവിധ കലാവിഷയങ്ങളിൽ വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം നടന്നു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന അരങ്ങേറ്റ പരിപാടി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവെ സ്ത്രീകൾ അരങ്ങിലെത്താൻ വിമുഖത കാണിക്കുന്ന കഥകളിയിൽ ഇത്തവണ 3 വിദ്യാർത്ഥിനികളാണ് ആടയാഭരണങ്ങളുടെ വൈചിത്ര്യവും നിറക്കൂട്ടുകളുമായി അരങ്ങുണർത്തിയത്. കലാമണ്ഡലത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ശ്രീലക്ഷ്മി ശേഖർ, വൈഷ്ണ, എം ശ്രീലക്ഷ്മി എന്നിവരാണ് ആദ്യമായി വേദിയിലെത്തുന്നതിന്റെ യാതൊരു പരിഭ്രമവുമില്ലാതെ കഥകളി അവതരണം വേറിട്ടതാക്കിയത്. വടക്കൻ കഥകളിയിലാണ് ഇവരുടെ അരങ്ങേറ്റം. പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ KR അഭിജിത്തും കഥകളിയിൽ അരങ്ങേറ്റം നടത്തി. കലാമണ്ഡലത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ കൃഷ്ണജിത്ത് പ്രവീൺ, ആദിത്യൻ അനിൽ, നന്ദകിഷോർ, KS സഞ്ജയ് കൃഷ്ണ എന്നിവർ ചെണ്ടയിലും, നിവേദ് കൃഷ്ണ, CU ആയുഷ്, വിതുൻ ഗോപൻ എന്നിവർ മദ്ദളത്തിലും അരങ്ങേറ്റം കുറിച്ചു. അരങ്ങേറ്റ ചടങ്ങിൽ കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, മറ്റു ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും പങ്കെടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം 100 കണക്കിന് ആളുകളാണ് അരങ്ങേറ്റ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പറളി എടത്തറ യങ് മെൻസ് അസോസിയേഷൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ക്ലബ്ബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ തകർച്ചയിലായ റോഡ് സഞ്ചാരയോഗ്യമാക്കി. പരിപാടിയിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. യോഗം കലാധരൻ ചെറുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് കലാധരപ്പണിക്കർ അധ്യക്ഷനായി. സെക്രട്ടറി ലിബിൻ വലിയപറമ്പിൽ സ്വാഗതം പറഞ്ഞു. ട്രഷറർ മുരളീധരൻ കളരിക്കൽ നന്ദിയും പറഞ്ഞു. സ്ഥിരം ക്ഷണിതാവ് മോഹൻദാസ്, ക്ലബ് മുൻ ട്രഷറർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ 11-12 വാർഡുകളിൽ ഉൾപ്പെടുന്ന 1.5 കിലോമീറ്ററോളം റോഡിലെ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവരം ഭക്തിനിർഭരമായി. രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ബ്രഹ്മശ്രീ കുരിശാത്തമണ്ണമന അനിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരുന്നത്. ക്ഷേത്രത്തിൽ നടന്ന രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായി സ്വയംവരാർച്ചന, വസ്ത്രപൂജ എന്നിവ നടന്നു. ഇഷ്ടമംഗല്യ സിദ്ധിക്കായി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി സ്ത്രീകളാണ് പങ്കെടുത്തത്. ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. KGMOAയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരും ജീവനക്കാരും കരിദിനം ആചരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാനും നടപടി സ്വീകരിക്കാനും സർക്കാർ തലത്തിലുള്ള ശ്രമമില്ലാത്തതാണ് ആക്രമണങ്ങൾ കൊലപാതകത്തിലേക്ക് വഴിമാറാനിടയാക്കിയതെന്ന് KGMOA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ അജിത്. ഓഗസ്റ്റ് 17-ന് OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുമെന്ന് ഡോക്ടർമാർ. അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാകുന്നു. അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംരക്ഷണ വലയം തീർത്തു. സംരക്ഷണ വലയം തീർത്തത് സേവ് അനങ്ങൻമലയെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച്. വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി P മമ്മിക്കുട്ടി MLAയും സംരക്ഷണ വലയത്തിന്റെ ഭാഗമായി. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പട്ടാമ്പി പരുതൂർ സ്വദേശിനി ബീന R ചന്ദ്രന്. പുരസ്കാരം തടവ് എന്ന ചിത്രത്തിലെ അവിസ്മരണീയ പ്രകടനത്തിന്. ഒരുപാട് സന്തോഷമുണ്ടെന്ന് നടി ബീന ചന്ദ്രൻ. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. മികച്ച നടൻ പൃഥ്വിരാജ്.
ദേശമംഗലം കൂട്ടുപാതയിൽ CITU ചുമട്ടുതൊഴിലാളിക്ക് വെട്ടേറ്റു. തലയ്ക്കും കൈക്കും വെട്ടേറ്റ ദേശമംഗലം സ്വദേശി ശ്രീകുമാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് കാരണം പ്രദേശത്ത് മതിൽ കെട്ടാനുള്ള സാധനങ്ങൾ ഇറക്കുന്നതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിൽ. പ്രതിയെ പിടികൂടാനുള്ള ശ്രമം ചെറുതുരുത്തി പോലീസ് ആരംഭിച്ചു. പട്ടാമ്പി പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കൽ നടപടി വൈകുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് നേതാക്കളുടെ മുന്നറിയിപ്പ്. ഉടൻ പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യം. പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് പിഴ ഈടാക്കുന്ന നടപടി പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുവരെ നിർത്തിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. തൃശൂർ കുറാഞ്ചേരി ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്നേക്ക് 6 വർഷം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹവെളിച്ചം പകർന്ന് ബന്ധുക്കളും ജനപ്രതിനിധികളും. നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് 2018 ആഗസ്റ്റ് 16. സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക, അനധികൃത കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. സംഘടനയുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.